ഈ വർഷത്തിന്റെ അവസാന ദിവസം എത്തിയിരിക്കുകയാണ്. 2024 ഇന്നത്തോടു കൂടി ചരിത്രത്തിൽ ഒരു അധ്യായമായി മാറാൻ പോവുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ വർഷം ഉണ്ടാക്കിയതെന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, വേദന ഉണ്ടായിട്ടുണ്ടാകാം, വേർപാടുകൾ ഉണ്ടായിട്ടുണ്ടാകാം, സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. എന്തെല്ലാമായിരുന്നാലും നാം അതിനെ മറികടന്നേ പറ്റും. ഈ 2025 എന്നുള്ള വർഷത്തിലേക്ക് കടക്കുകയാണ്. നാം ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഹൈ പെർഫോമർ ആകാമെന്നുള്ളതാണ്. ഇന്ന് ഈ വീഡിയോയുടെ സീരീസിനോട് അവസാനിപ്പിക്കുകയാണ്. ഒരു ഹൈ പെർഫോമർ ആകാൻ നിങ്ങൾ പൂർണ്ണമായി തയ്യാറെടുത്തോ എന്നുള്ളതാണ് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ റെസൊല്യൂഷനുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്കൊരു ഹൈ പെർഫോമർ ആകണം, ജീവിതത്തിൽ 10 ഇരട്ടി മാറ്റം വരണമെന്നുള്ളതാണോ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ആക്ഷൻ പ്ലാനാണ് നിങ്ങൾ തയ്യാറായിരിക്കുന്നത്? നിങ്ങളുടെ ബ്ലൂ പ്രിന്റ് എവിടെയാണ് എന്ന് ഇന്ന് ചിന്തിക്കുക. ഞാൻ ചില കാര്യങ്ങൾ ഇന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തു, അതായിരുന്നു ഒന്നാമത്തെ കാര്യം. സീക്ക് ക്ലാരിറ്റി. ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്, മീനിങ് എന്താണ്, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്താണ്? ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് സന്തോഷം കൂടി ഉണ്ടാകുക എന്നുള്ളതാണ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്, ജീവിതത്തിൽ മീനിങ്ങും പർപ്പസും ഉണ്ടാകുക എന്നുള്ളതാണ്. സമ്പത്തിനോടൊപ്പം, പ്രശസ്തിയോടൊപ്പം, ഇൻഫ്ലുവൻസിനോടൊപ്പം, പെർഫോമൻസിനോടൊപ്പം തന്നെ അതാണ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തോ, അതിന് ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യമാണ് നിങ്ങളുടെ പ്രിഫേർഡ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ പറഞ്ഞതാണ് PAI. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ കണ്ടെത്തുക. മറ്റൊരു കാര്യമായിരുന്നു നിങ്ങളുടെ 5 ബിഗ് മൂവ്സ്. ഈ 5 മൂവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യത്തിലേക്ക്, വലിയ മാറ്റത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ ചെയ്തോ എന്നുള്ളത് സ്വന്തമായി വിലയിരുത്തുക. ഇനി മുന്നോട്ട് യാത്ര ചെയ്യാനായി തയ്യാറെടുക്കുക. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഓൾറെഡി യാത്ര ആരംഭിച്ചിട്ടുണ്ടാകാം. ഇനിയും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അടുത്ത വർഷം മുഴുവൻ ഈ മൊമെന്റം സസ്റ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്ത വർഷം ഞാൻ നിങ്ങൾക്ക് 100ഓളം പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും പെർഫോമൻസ് കൂട്ടാൻ സാധിക്കുന്ന 100 പുസ്തകങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും വായിക്കാൻ സാധിക്കും. ഞാൻ 1-2 പുസ്തകങ്ങൾ, ഞാൻ തന്നെ എഴുതിയ പുസ്തകങ്ങൾ ഞാൻ നിങ്ങളെ ഇടയ്ക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഹാബിറ്റ് ബിൽഡർ എന്ന് പറയുന്ന ഈ പുസ്തകം എങ്ങനെയാണ് ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യേണ്ടത്, ഏറ്റവും മികച്ച 8ഓളം ഹാബിറ്റുകളെ മെൻഷൻ ചെയ്യുന്ന പുസ്തകമാണ്. ആ ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹൈ പെർഫോമൻസ് ആകാൻ സാധിക്കുകയുള്ളൂ. സന്തോഷവും സമാധാനവും ഒപ്പം തന്നെ സാറ്റിസ്ഫാക്ഷനും മീനിങ്ങും എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. മറ്റു പുസ്തകമാണ് പ്രപഞ്ചം നിങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. ഇത് പ്രപഞ്ച നിയമങ്ങൾ, 12 പ്രപഞ്ച നിയമങ്ങളെ കുറിച്ച്, യൂണിവേഴ്സൽ ലോയെ കുറിച്ച് പ്രാക്ടിക്കലായി വിശദീകരിക്കുന്ന പുസ്തകമാണ്. നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രിഫേർഡ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ ഫോളോ ചെയ്യുന്നത്, ഇത് ഓൺലൈനിലും ഡിജിറ്റലായും ചെയ്യാം, പക്ഷേ ഞാനിത് ഓഫ്ലൈനായും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പേപ്പർ കണ്ടാൽ അറിയാൻ സാധിക്കും, ഈ കഴിഞ്ഞ മാസം ഞാൻ പ്രാക്ടീസ് ചെയ്ത ഒരു ഷീറ്റാണ്. എൻ്റെ ഡെയിലി ലൈഫിൽ ഏകദേശം ഒരു 24ഓളം ടാസ്കുകളുണ്ട്. ചില ടാസ്ക് 15 മിനിറ്റ് ഉള്ളതായിരിക്കും, ചിലത് അരമണിക്കൂറുള്ളതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഹെൽത്ത് ബന്ധപ്പെട്ടതുണ്ട്, ഫാമിലിയുമായി ബന്ധപ്പെട്ടതുണ്ട്, ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ടതുണ്ട്, അതുപോലെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഫഷണൽ ഗോൾസ് ഉണ്ട്, പിന്നെ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടതുണ്ട്, ഇങ്ങനെ ഒരു സ്ലീപ്പുമായി ബന്ധപ്പെട്ടത്, പിന്നെ ചെയ്യേണ്ടാത്തതുമുണ്ട്. മേ ബി യൂട്യൂബിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക, മൊബൈലിൽ അധികം സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, ഇതിൻ്റെ മെഡിറ്റേഷൻ, ജേർണലിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ പ്രധാനമായിട്ട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇത് എനിക്ക് ഓൺലൈനിലും എൻ്റെ ആപ്ലിക്കേഷനും ഉണ്ട്, ഒപ്പം തന്നെ ഞാൻ ഹാർഡ് കോപ്പി ആയിട്ടും ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഡെയിലി എനിക്ക് കാണാൻ സാധിക്കുന്ന ടേബിളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് തൊട്ട് മെഡിറ്റേഷൻ, എക്സസൈസ്, ഹെൽത്ത്, ജേർണലിംഗ്, റീഡിംഗ്, ഇതെല്ലാം വളരെയധികം പ്രധാനപ്പെട്ട ഹാബിറ്റാണ്. ഈ സേവിയേഴ്സ് എന്ന് പറയുന്ന ഹാബിറ്റ് നിർബന്ധമായി നമ്മുടെ റൂട്ടിലുണ്ട് എന്ന് ഉറപ്പാക്കുക. സൈലൻസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അഫർമേഷൻ, എൻ്റെ ആഗ്രഹത്തെ വിഷ്വലൈസ് ചെയ്യുന്ന നല്ല കടുത്ത ശക്തമായ വാക്കുകൾ പറയുക, അതാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. വിഷ്വലൈസ് ചെയ്യുക, അത് ഡെയിലി റിഫ്ലക്റ്റ് ചെയ്ത് കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെയും ഒക്കെ നാം വിഷ്വലൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുക ഡെയിലി. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിയേറ്റ് എനർജി. സാർക്കോപ്പീനിയ പോലുള്ള അസുഖങ്ങളെല്ലാം വന്ന് വയസ്സാകുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടതാണ്. റീഡിങ് വളരെ പ്രധാനപ്പെട്ട, ദിവസവും അരമണിക്കൂറെങ്കിലും നാം വായിക്കുക. സ്ക്രൈബിങ്, ജേർണലിംഗ്, എഴുതുക. ഇന്ന് സംഭവിച്ചത് എന്താണ്, ഇന്ന് ഏറ്റവും നല്ലത് എന്തായിരുന്നു, ഏറ്റവും മോശം എന്തായിരുന്നു, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഡെവലപ്മെന്റ് ആശയങ്ങളും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ചില പുസ്തകം ഞാൻ പരിചയപ്പെടുത്തിയാണ്.
ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് ഹൈ പെർഫോമർ എന്ന് പറയുന്ന പുസ്തകം. ഹൈ പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ പുസ്തകം വായിക്കാനായിട്ട് സാധിക്കും. ഹാബിറ്റ്സ്, ദ പവർ ഓഫ് ഹാബിറ്റ്സ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഹാബിറ്റ് ആണ് നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്നത്. ഹാബിറ്റ് എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ആറ്റോമിക് ഹാബിറ്റ്സ് പുസ്തകമുണ്ട്. ചെറിയ ശീലങ്ങളിലൂടെ വലിയ മാറ്റം എങ്ങനെ കൊണ്ടുവരാമെന്നതാണ് പുസ്തകം പറയുന്നത്. നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഇതെല്ലാം പല പ്രാവശ്യം ഞാനും വായിച്ചത്. എൻ്റെ വളരെയധികം ഉത്തേജിക്കുന്ന പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. അത് വളരെയധികം സഹായം തരുന്ന പുസ്തകമാണ്. ഇപ്പോൾ നാം ഗുഡ് ആയിരിക്കും, എന്നാൽ അവിടെ നിന്ന് എങ്ങനെ ഗ്രേറ്റ് ആയി മാറാൻ സാധിക്കും എന്നുള്ളത് കാര്യം. സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. നിങ്ങൾക്ക് അങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കുമോ? ഈ പുസ്തകങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ നല്ലതാണ്. പിന്നെ ഈ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. ദിവസം ഒരു 10 വാക്കുകളിൽ ഫ്രേസസ് പഠിക്കുക. വേർഡ് പവർ പോലുള്ള പുസ്തകമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെയിലി നമുക്ക് പുതിയ പുതിയ വാക്കുകൾ, ഇഡിയംസ്, ഫ്രേസസ് എല്ലാം പഠിക്കാൻ സാധിക്കും. രണ്ടാമത് മെന്റൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ദിവസവും ഒരു 20-30 മിനിറ്റ് മെന്റൽ എക്സസൈസസ് ചെയ്യുക. സുഡോക്ക് പോലുള്ള ഗെയിംസുകൾ ചെയ്യുന്ന പുസ്തകമാണിത്. പിന്നെ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ റെഫർ ചെയ്തിരിക്കുന്ന പുസ്തകം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വർഷം 100 പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും പരിചയപ്പെടുത്തും. ഈ വീഡിയോ ഫോളോ ചെയ്യുക. ഇനി വേറെ റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ ഈ പുസ്തകം ഇടയ്ക്കൊന്ന് റിവ്യൂ ചെയ്തിരുന്നു, പേഴ്സണൽ റിലേഷൻഷിപ്സുമായി ബന്ധപ്പെട്ടത്. ഇനി ഇത് കൂടാതെ എൻ്റെ ഏരിയയിൽ ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ്, ഗ്രോത്ത്, ആ ഏരിയയിൽ തന്നെ ഞാൻ വായിക്കുന്നത്. അതെല്ലാം എൻ്റെ ഓഫീസ് ടൈമുകളായിരിക്കും അധികവും ഞാൻ വായിക്കുന്നത്. ഈ ടാസ്കുകളെല്ലാം ചെയ്യുന്നത് ഞാൻ ഓഫീസ് ടൈം അല്ലെങ്കിൽ ബിസിനസ് ടൈം കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഇത് വളരെയധികം അത്യാവശ്യമാണ്. ഗ്രോ ചെയ്യണമെങ്കിൽ അത്രമാത്രം എഫോർട്ട് ഇട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് തീരുമാനം? ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് കടക്കുമ്പോൾ നടപ്പിലാക്കുക. എല്ലാവിധ വിജയങ്ങളും നമുക്കുണ്ടാകണം. 10 ഇരട്ടി മാറ്റമാണ് ഹൈ പെർഫോമൻസ് നമ്മുടെ ലക്ഷ്യം. അത് സാധിക്കട്ടെ. ലെറ്റ് us aim for 10x growth. എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.